വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഫീഡ്സ് ആൻഡ് ഫീഡിങ് ഓഫ് പോൾട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ടോപ്പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് BAS സ്പെസിഫിക്കേഷൻസ് ഫോർ പൗൾട്രി ഫീഡ് ആണ് ആദ്യത്തെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് BAS സ്പെസിഫിക്കേഷൻസ് ഫോർ പൗൾട്രി ഫീഡ് എന്ന് നോക്കാം. അപ്പം ഏജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ഏജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് റിക്വയർമെൻറ്റ് ഫോർ ബ്രോയിലർ ഫീഡും ഉണ്ട്, ലെയർ ഫീഡും ഉണ്ട്. ബ്രോയിലർ ഫീഡ് എന്ന് പറയുമ്പം പ്രീ സ്റ്റാർട്ടറുണ്ട്, സ്റ്റാർട്ടറുണ്ട്, ഫിനിഷറുണ്ട്. ലെയർ ഫീഡ് എന്ന് പറയുമ്പോൾ ചിക്കുണ്ട്, ഗ്രോയർ ഉണ്ട്, ലെയർ ഫേസ് 1 ഉണ്ട്, ലെയർ ഫേസ് 2 ഉണ്ട്. അപ്പോൾ ഏജ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രോയിലർ ഫീഡിൽ പ്രീ സ്റ്റാർട്ടറിൽ 1 to 7 ഡേയ്സിലാണ് നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. 8 to 21 ഡേയ്സിലാണ് ഈ സ്റ്റാർട്ടർ. ഫിനിഷർ എന്ന് പറയുമ്പോൾ 22 days to ഫിനിഷ്. ഇൻ ദ കേസ് ഓഫ് ലെയർ ഫീഡ്, ഏജ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിക്കാണെങ്കിൽ 0 to 8 weeks ആണ്, ഗ്രോയർ ആണെങ്കിൽ 9 to 20 weeks, ലെയർ ഫേസ് 1 എന്ന് പറയുമ്പോൾ 21 to 45 weeks, ലെയർ ഫേസ് 2 എന്ന് പറയുമ്പോൾ 46 to 72 weeks ആണ്. ഇനി മോയ്സ്ചർ പെർസെൻറ്റേജ് മാക്സിമം പ്രീ സ്റ്റാർട്ടറിൽ 11% ആണ്, സ്റ്റാർട്ടറിൽ ഫിനിഷറിലും 11% തന്നെയാണ്, ലെയർ ഫീഡിലും സെയിം 11% ആണ് മോയ്സ്ചർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ക്രൂഡ് പ്രോട്ടീൻ പെർസെൻറ്റേജ് മിനിമം ആണെന്നും പറയുന്നത്. പ്രീ സ്റ്റാർട്ടറിൽ ക്രൂഡ് പ്രോട്ടീൻ 23% മിനിമം ഉണ്ടായിരിക്കണം, സ്റ്റാർട്ടറിൽ 22%, ഫിനിഷറിൽ 20%. ലെയർ ഫീഡ് ആണെങ്കിൽ ചിക്കിൽ 20%, ഗ്രോയറിലാണെങ്കിൽ 16%, ലെയർ ഫേസ് 1 ആണെങ്കിൽ 18%, ലെയർ ഫേസ് 2 ആണെങ്കിൽ 16%. ഇനി മെറ്റബോളൈസബിൾ എനർജി കിലോ കാലറി പെർ kg നോക്കാം. മിനിമം ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പ്രീ സ്റ്റാർട്ടർ ആണെങ്കിൽ 3000, ദെൻ സ്റ്റാർട്ടർ ആണെങ്കിൽ 3100, ഫിനിഷർ ആണെങ്കിൽ 3200. ലെയർ ഫീഡ് ആണെങ്കിൽ ചിക്കിൻ്റെ കേസിൽ 2800, ഗ്രോയർ 2500, ലെയർ ഫേസ് 1 2600, ലെയർ ഫേസ് 2 2400. സാൾട്ട് പെർസെൻറ്റേജ് മാക്സിമം പ്രീ സ്റ്റാർട്ടറിലും ഇപ്പോൾ എല്ലാത്തിലും തന്നെ ബ്രോയിലർ ഫീഡാണെങ്കിലും ലെയർ ഫീഡിലാണെങ്കിലും 0.5% ആണ് മാക്സിമം. ഇനി അഫ്ലാടോക്സിൻ B1 മാക്സിമം PPB പാർട്സ് പെർ ബില്യൺ എന്ന് പറയുമ്പം മാക്സിമം എത്ര ആവാവോ 20 പാർട്സ് പെർ ബില്യണേ ആവാവോ അഫ്ലാടോക്സിൻ B1ൻ്റെ അളവ്. അപ്പോൾ ഇതാണ് BAS സ്പെസിഫിക്കേഷൻ ഫോർ പൗൾട്രി ഫീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൗൾട്രി ഫീഡ് ഇൻഗ്രീഡിയൻസ് നോക്കാം. പൗൾട്രി ഫീഡ്സ് ആർ കോമൺലി പ്രിപ്പയർഡ് ബൈ യൂസിങ് ഫീഡ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് യെല്ലോ മെയ്സ്. അപ്പോൾ ഫീഡ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യെല്ലോ മെയ്സ്, ഗ്രൗണ്ട് നട്ട് കേക്ക്, ജിഞ്ചർലി ഓയിൽ കേക്ക്, റൈസ് പോളിഷ്, വീറ്റ് ബ്രാൻഡ്, ഫിഷ് മീൽ, അൺസാൾട്ടഡ് ഡ്രൈഡ് ഫിഷ്, ടപ്പിയോക്ക, സോയാബീൻ മീൽ, ദെൻ മിനറൽ മിക്സ്ചർ, വൈറ്റമിൻ മിക്സ്ചർ, സാൾട്ട്. ഇതെല്ലാം തന്നെയാണ് പോൾട്രി ഫീഡിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ദീസ് ഫീഡ് ഇൻഗ്രീഡിയൻസ് മേ ബി ക്ലാസിഫൈഡ് ആസ് എനർജി, പ്രോട്ടീൻ, മിനറൽ ആൻഡ് വൈറ്റമിൻ റിച്ച് സോഴ്സസ്. The following points must be considered for doing this. The nutrient requirements of the type of bird, chick, grower, etc. for which the ration is formulated. Available ingredients for feed production, then nutrient levels and cost of these ingredients. ഇതെല്ലാം തന്നെ എന്താണ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീഡ് ഫോർമുലേഷൻ ഉണ്ടാക്കുന്നത്. ഇനി ഫീഡിംഗ് സിസ്റ്റം ആൻഡ് ഫോംസ് ഓഫ് ഫീഡ് നോക്കാം. ആഡ് ലിബിറ്റം ഫീഡിംഗ് ഓർ ഫുൾ ഫീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫീഡിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആഡ് ലിബിറ്റം അല്ലെ ഫീഡിംഗ് അഥവാ ഫുൾ ഫീഡിംഗ് ആണ്. In this system, feed is made available at all times in front of the bird so that they can consume as much as they want at all times. അപ്പോൾ ആഡ് ലിബിറ്റം ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേർഡ്സിൻ്റെ മുന്നിൽ ഓൾ ടൈം നമ്മൾ ഫീഡ് റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കൺസ്യൂം ചെയ്യാം. ആസ് മച്ച് ആസ് ദേ വോണ്ട് ദേ ക്യാൻ കഴിക്കാം. ഓക്കെ, ദേ ക്യാൻ ഫീഡ്. ഇനി റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൺട്രോൾഡ് ഫീഡിംഗ്. റെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കൺട്രോൾഡ് ഫീഡിംഗ് ആണ്. ദിസ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഇൻ സെവറൽ വേസ്. ഫസ്റ്റ് വേ എന്ന് പറയുമ്പം ദ സപ്ലൈ ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് പെർ ഡേ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഒരു ദിവസം ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫീഡിംഗ് ടൈം പെർ ഡേ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. ഇന്ന സമയത്തെ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാം. ദെൻ ബേർഡ്സ് മേ ബി ഫെഡ് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഓൺലി. ബേർഡ്സിന് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഫീഡ് ചെയ്യാവുന്നാക്കാം. പിന്നെ സ്കിപ്പ് എ ഡേ ഫീഡിങ് ഇൻ എ വീക്ക്. ഓക്കെ, ഒരു ഡേ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് റെസ്ട്രിക്റ്റഡ് ഫീഡിങ് ചെയ്യുന്നത്. റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്രോയേഴ്സിലും ബ്രോയിലർ ബ്രീഡേഴ്സിലുമാണ്. Restriction of 20% is commonly allowed for broiler breeders.
For egg type growers, 7 to 8% feed restriction is maximum. Egg type growers എഗ്ഗിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ 7 to 8% ഫീഡ് റെസ്ട്രിക്ഷൻ ആണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ദെൻ ബ്രോയിലർ ബ്രീഡേഴ്സിലാണെങ്കിൽ 20% വരെ റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇനി നെവർ അപ്ലൈ ഫീഡ് റെസ്ട്രിക്ഷൻ ഡ്യൂറിങ് സ്ട്രെസ്. അപ്പം സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് ബേർഡ്സിന് ഒരിക്കലും തന്നെ ഈ ഫീഡ് റെസ്ട്രിക്ഷൻ കൊടുക്കാതിരിക്കുക. ദ അഡ്വാൻറ്റേജ് ഓഫ് ഫീഡ് റെസ്ട്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിലേഡ് സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് ദെയർ ബൈ ആൻ ഇൻക്രീസ് ഇൻ എഗ് വെയിറ്റ്. അപ്പോൾ സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്നത് ഒരുപാട് താമസിച്ചായിരിക്കും, അതുകൊണ്ട് തന്നെ എഗ് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. ദെൻ ലോ ഫാറ്റ് ഡിപ്പോസിഷൻ ആൻഡ് ലോ ബോഡി വെയിറ്റ് അറ്റ് ലേയിങ് സമയത്ത് ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ബോഡി വെയിറ്റും കുറവായിരിക്കും. ലോ ഫീഡിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഫീഡ് റെസ്ട്രിക്ഷൻ ഡ്യൂറിങ് ഗ്രോയിങ് പീരീഡ് ലീഡ്സ് ടു ബെറ്റർ ലിവബിലിറ്റി ഡ്യൂറിങ് ലേയിങ് പീരീഡ്. ഇനി അടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫേസ് ഫീഡിംഗ് ആണ്. ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് ഫീഡിംഗ് ഫോളോഡ് ഇൻ ലേയേഴ്സ്, അതായത് എഗ് ലേയേഴ്സിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഫേസ് ഫീഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റം. ഇൻ ദിസ് സിസ്റ്റം the entire laying period 21 to 72 weeks of age is divided into 2 or 3 phases. ഈ ലേയിങ് പീരീഡിനെ മൊത്തം 2 to 3 phases ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ BA സ്റ്റാൻഡേർഡ്സ് ഫോർ ലേയേഴ്സ് ഫീഡ് റിക്വയർമെൻറ്റ്സ് ആർ ഗിവൺ ഫോർ 2 phases. അപ്പം BA സ്റ്റാൻഡേർഡ്സ് ലേയേഴ്സിൻ്റെ കേസിൽ ഫീഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 phases ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫേസ് 1, ഇപ്പോൾ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1 എന്താണ് 21 to 45 weeks ഓഫ് ഏജിലാണ് ഫേസ് 1 പ്രാക്ടീസ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ആർ മോർ ആസ് ദ എഗ് പ്രൊഡക്ഷൻ ആൻഡ് എഗ് വെയിറ്റ് ആർ ഇൻക്രീസിങ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ എന്താണ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് കൂടുതലാണ്, പിന്നെന്താണ് എഗ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എഗ് വെയിറ്റും കൂട്ടാൻ വേണ്ടി എഗ് പ്രൊഡക്ഷനും അതിൻ്റെ എഗ്ഗിൻ്റെ വെയിറ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ഒരുപാട് കൂടുതലാണ് ഫേസ് 1. ഫേസ് 2 എന്ന് പറയുമ്പോൾ 46 to 72 weeks ഓഫ് ഏജിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആസ് ദ ബേർഡ്സ് കണ്ടിന്യൂ ലേയിങ് ദ എഗ് പ്രൊഡക്ഷൻ ഗ്രാജുവലി റെഡ്യൂസസ് ആൻഡ് ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് റെഡ്യൂസസ്. അപ്പം എഗ് ഒരുപാട് കണ്ടിന്യൂ ആയിട്ട് ലേ ചെയ്യുമ്പം പ്രൊഡക്ഷൻ കുറയും, അവർക്ക് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് കുറഞ്ഞു വരും. സോ ദ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് ഫീഡ് ക്യാൻ ബി റെഗുലേറ്റഡ് അക്കോർഡിംഗ്ലി. ഫേസ് ഫീഡിങ് ഡസ് നോട്ട് ഇംപ്രൂവ് ദ റേറ്റ് ഓഫ് ലേ. അപ്പോൾ ഫേസ് ഫീഡിങ് വഴിയിട്ട് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, റേറ്റ് ലേ ചെയ്യുന്നതിൻ്റെ റേറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബട്ട് ഇറ്റ് ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എഗ്സ് ബൈ റെഡ്യൂസിങ് ഫീഡ് കോസ്റ്റ് ഇൻ സെക്കൻഡ് ഫേസ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡിൻ്റെ കോസ്റ്റ് നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ റേറ്റ്, അതായത് എഗ് ലേ ചെയ്യുന്നതിൻ്റെ റേറ്റ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. ഇനി ഫോംസ് ഓഫ് ഫീഡ് നോക്കാം. പോൾട്രി റേഷൻസ് ആർ അവൈലബിൾ ഇൻ മാഷ് ഓർ പെലറ്റ് ഫോംസ്. പോൾട്രി റേഷൻസ് മെയിനായിട്ട് മാഷ് അല്ലെങ്കിൽ പെലറ്റ് ഫോംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാഷ് ഫോം എന്താണെന്ന് നോക്കാം. ബേർഡ്സ് ഫൈൻഡ് ഫൈൻലി ഗ്രൗണ്ട് മാഷസ് അൺപാലറ്റബിൾ. സോ ദ ഫീഡ് ഇൻഗ്രീഡിയൻസ് ആർ ഗ്രൗണ്ട് ടു എ മീഡിയം പാർട്ടിക്കിൾ സൈസ് ടു ഫോം മാഷ് ഫീഡ്. അപ്പോൾ മാഷ് ഫീഡിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ടു മീഡിയം പാർട്ടിക്കിൾ സൈസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ബട്ട് സം ഇൻഗ്രീഡിയൻസ് ലൈക്ക് റൈസ് പോളിഷ് വിൽ ബി ഇൻ ഫൈൻലി ഗ്രൗണ്ട് ഫോം ഓൺലി. റൈസ് പോളിഷ് എന്നൊക്കെ പറയുമ്പം വളരെ ഫൈൻലി ഗ്രൗണ്ട്, വളരെ പൊടിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിലുള്ളത്. സോ ദെയർ വിൽ ബി സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ബൈ ദ ബേർഡ്സ്. ദേ വിൽ പിക്ക് ഔട്ട് ദ ലാർജർ cereal grain particles from the mash first, leaving the finer material. അപ്പം ഇപ്പം മാഷ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലാർജർ സീരിയൽ ഗ്രെയിൻസ് ഒക്കെ അവരെടുത്തുകൊണ്ട് എന്താ ഫൈനർ ആയിട്ടുള്ള മെറ്റീരിയലിനെ അവർ ലീവ് ചെയ്യും. അതാണ് മാഷ് ഫോമിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് എന്താണ് പെല്ലറ്റ് ഫോം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പെല്ലറ്റ് ഫോം എന്താണെന്ന് നോക്കാം. മാഷ് ഈസ് കംപ്രസ്ഡ് ഇൻ ടു സിലിണ്ട്രിക്കൽ പെല്ലറ്റ്സ് ബൈ റണ്ണിങ് ത്രൂ പെല്ലറ്റിംഗ് മെഷീൻ യൂസിങ് ഹീറ്റ്, മോയ്സ്ചർ ആൻഡ് പ്രഷർ. അപ്പം ഈ മാഷ് തന്നെ എന്താണ് ഒരു കംപ്രസ് ചെയ്തിട്ട് സിലിണ്ട്രിക്കൽ പെല്ലറ്റ്സ് ആക്കി മാറ്റും. അതിന് പെല്ലറ്റിംഗ് മെഷീനുണ്ട്. ഇവിടെ മെയിനായിട്ടും ഹീറ്റ്, മോയ്സ്ചർ, പ്രഷർ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെല്ലറ്റ് യൂസ് ചെയ്യുന്ന വഴി ഫീഡ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് മാഷ് ഫോമിൽ എന്താണ് വളരെ ലാർജർ ആയിട്ടുള്ള സീറോ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് ഫൈനർ പാർട്ടിക്കിൾസിനെ അവർ ലീവ് ചെയ്യും. പക്ഷേ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പെല്ലറ്റ്സ് ആവുന്ന കേസിൽ അവർക്ക് ഫീഡ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ലേബർ ഫോർ ഫീഡിങ്, സെലക്റ്റീവ് കൺസപ്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഈസ് ലിമിറ്റഡ്, ഫീഡ് ഡസ്റ്റിനെസ് ഈസ് റെഡ്യൂസ്ഡ്, പെല്ലറ്റിംഗ് ഡിസ്ട്രോയ്സ് സം ബാക്ടീരിയ ഇൻ ദ ഫീഡ്. ഇതൊക്കെയാണ് പെല്ലറ്റ് ഫോം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, ഡിസഡ്വാൻറ്റേജസും ഉണ്ട് പെല്ലറ്റിന്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു പെല്ലറ്റ് ദ മാഷ് ഫീഡ്. അപ്പോൾ എക്സ്പെൻസീവ് ആണ്. പെല്ലറ്റ് ഫീഡിങ് ഇൻക്രീസസ് ചാൻസ് ഓഫ്
കാനിബാലിസം, പെല്ലറ്റ് ഫീഡിങ് കാനിബാലിസം കൂട്ടും. ഇറ്റ് കനോട്ട് ബി ഫെഡ് ടു യങ് ചിക്കൻ. അപ്പം ലാർജ് സൈസ് ആയിട്ടുള്ളതുകൊണ്ട് എന്താണ്, നമുക്ക് ചിക്സിനെ ഒന്നും ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പെല്ലറ്റ് ഫീഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫീഡ് എഫിഷ്യൻസി ഓർ ഫീഡ് കൺസർവേഷൻ റേഷ്യോ ആണ്, FCR എന്ന് പറയും. അതിൽ ഫസ്റ്റ് വൺ വന്ന് ഫീഡ് എഫിഷ്യൻസി ഇൻ ബ്രോയിലേഴ്സ് നോക്കാം. ഫീഡ് എഫിഷ്യൻസി ഓർ എഫിഷ്യൻസി ഓഫ് ഫീഡ് കൺവേർഷൻ ഇൻഡിക്കേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ഫീഡ് റിക്വയർഡ് ടു പുട്ട് അപ്പ് എ യൂണിറ്റ് ലൈവ് ബോഡി വെയ്റ്റ് ഇൻ ബ്രോയിലേഴ്സ്. അപ്പോൾ ഫീഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഫീഡ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, എത്രമാത്രം ഫീഡ് റിക്വയർ ആണ് ഒരു യൂണിറ്റ് ബോഡി വെയ്റ്റ് കൂട്ടാൻ വേണ്ടി, ബ്രോയിലേഴ്സിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് റിക്വയർഡ് ആണ്, അതിനാണ് ഫീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. For broilers, a feed efficiency of 1.8 to 2 kg feed to put 1 kg live body weight is considered as optimal. അപ്പോൾ ബ്രോയിലേഴ്സിൻ്റെ കേസിൽ എന്താണ്, ഫീഡ് എഫിഷ്യൻസി ഓഫ് 1.8 to 2 kg ആണ്. 2 kg feed to put 1 kg live body weight is considered as optimal. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫീഡ് എഫിഷ്യൻസി ഇൻ ലെയേഴ്സ് നോക്കാം. ഫീഡ് എഫിഷ്യൻസി ഇൻ ലെയേഴ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫീഡ് എഫിഷ്യൻസി പെർ kg എഗ് മാസ് എന്നും അതുപോലെ ഫീഡ് എഫിഷ്യൻസി പെർ ഡസൺ എഗ്സ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫീഡ് എഫിഷ്യൻസി പെർ kg എഗ് മാസ് എന്ന് നോക്കുമ്പം ദിസ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് ഇൻ കിലോഗ്രാംസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 1 kilogram ഓഫ് എഗ്. അതായത് ഇതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫീഡാണ്, ഇൻ കിലോഗ്രാം ആണ്, റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 1 kg എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഫീഡിനെയാണ് ഫീഡ് എഫിഷ്യൻസി പെർ kg എഗ് മാസ് എന്ന് പറയുന്നത്. ദിസ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദി ഫീഡ് ഇൻടേക്ക്, എഗ് വെയ്റ്റ് ആൻഡ് എഗ് പ്രൊഡക്ഷൻ. അപ്പോൾ FCR പെർ kg എഗ് മാസ് എന്ന് പറയുന്നത് kg ഓഫ് ഫീഡ് കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ പെർ kg ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ FCR പെർ kg എഗ് മാസ് എന്ന് പറയുന്നത് kg ഓഫ് ഫീഡ് കൺസ്യൂംഡ് പെർ kg ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ് ആണ്. A value of 2.2 or less is an advantageous to the farm. ഇനി ഫീഡ് എഫിഷ്യൻസി പെർ ഡസൺ എഗ്സ് നോക്കാം. ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫീഡ് ഇൻ കിലോഗ്രാംസ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 1 dozen ഓഫ് എഗ്. ഒരു ഡസൺ എഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഫീഡ് ഇൻ കിലോഗ്രാം ആണ് ഫീഡ് എഫിഷ്യൻസി പെർ ഡസൺ എഗ്സ് എന്ന് പറയുന്നത്. ദിസ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദി ഫീഡ് ഇൻടേക്ക് ആൻഡ് എഗ് പ്രൊഡക്ഷൻ. അപ്പോൾ FCR പെർ ഡസൺ എഗ്സ് എന്ന് പറയുന്നത് kg of feed consumed divided by total eggs produced by 12. A value of 1.5 or less is advantageous to the farm. അപ്പോൾ ഇതാണ് ഫീഡ് എഫിഷ്യൻസി ഇൻ ബ്രോയിലേഴ്സും ഫീഡ് എഫിഷ്യൻസി ഇൻ ലെയേഴ്സും. ഇനി ഫീഡ് അഡിറ്റീവ്സ് നോക്കാം. ഫീഡ് അഡിറ്റീവ്സ് ആർ എനി ഇൻറ്റൻഷനലി ആഡഡ് ഇൻഗ്രീഡിയൻറ്റ്. ഫീഡ് അഡിറ്റീവ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് ഫീഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ഒരു ഫീഡായിട്ട് കഴിക്കാതെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫീഡ് അഡിറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെന്താണ്, ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ല, വിച്ച് അഫക്ട്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീഡ് ഓർ അനിമൽ പ്രോഡക്റ്റ്. ഓക്കെ, ദീസ് ഫീഡ് അഡിറ്റീവ്സ് ഇംപ്രൂവ് ഫിസിക്കൽ അപ്പിയറൻസ്, കൺസിസ്റ്റൻസി, ന്യൂട്രിറ്റീവ് ക്വാളിറ്റി, ഷെൽഫ് ലൈഫ്, സംടൈംസ് ന്യൂട്രിയൻറ്റ് അവൈലബിലിറ്റി ആൻഡ് ടെക്സ്ചർ ഓഫ് ഡയറ്റ്സ്. ഇതെല്ലാം തന്നെ ഈ ഫീഡ് അഡിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ്, മേ ബി ഫിസിക്കൽ അപ്പിയറൻസ്, ഫീഡിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൂട്ടാം, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് ക്വാളിറ്റി ബാധിക്കാം, ഷെൽഫ് ലൈഫിനെ ബാധിക്കാം, അല്ലേ. പ്രിസർവേറ്റീവ് ഒക്കെ എന്ന് പറയുമ്പോൾ ഫീഡ് അഡിറ്റീവ് ആണ്, അല്ലേ. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫീഡ് അഡിറ്റീവ്സ് ക്യാൻ ബി ഓഫ് 2 types. മെയിനായിട്ട് 2 types ആണ് ഫീഡ് അഡിറ്റീവ്സ് ഉള്ളത്. ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും ഉണ്ട്, നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫീഡ് എഫിഷ്യൻസി. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫീഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ജനറ്റിക് പൊട്ടൻഷ്യൽ, അതുപോലെ ക്വാളിറ്റി ഓഫ് ഫീഡ്, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, ക്ലൈമറ്റ്, ഫ്ലോർ സ്പേസ് ഒക്കെയാണ് ഫീഡ് എഫിഷ്യൻസി ബാധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇനി ഫീഡ് അഡിറ്റീവ്സിൽ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ് ഉണ്ട്, നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ് ഉണ്ട്. ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസ്, trace minerals and amino acids are essential nutrients. However, the natural feed ingredients sometimes are not able to provide the essential elements in adequate quality in the feed.
Hence, it is needed to supplement vitamins, trace minerals, and amino acids. These are called nutritive feed additives or sometimes feed supplements എന്നും പറയാം. അതായത് നാച്ചുറൽ ഫുഡിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളത് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ് ചെയ്യും. വൈറ്റമിൻസും ട്രേസ് മിനറൽസും അമിനോ ആസിഡ്സും ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള ഫീഡിനെയാണ് ന്യൂട്രിറ്റീവ് ഫീഡ് എന്ന് അഡിറ്റീവ് എന്ന് പറയുന്നത്. ഈ നോൺ ന്യൂട്രിറ്റീവ് feed additive എന്ന് പറയുമ്പം they are feed additives having no nutritive value ഇല്ലാത്ത feed additives ആണ് നോൺ ന്യൂട്രിറ്റീവ് feed additives. They include prebiotics, probiotics, acidifiers and pH optimizers, antioxidants, feed enzymes, toxin binders, herbal products, antibiotic growth promoters, anticoccidials, emulsifiers, flavors, carotenoids. ഇതെല്ലാം തന്നെ എന്താണ് ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത ഫീഡ് അഡിറ്റീവ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സിൻ്റെ ഒരു ലിസ്റ്റാക്കി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. എനിക്ക് ചോദിക്കാവുന്നതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ് എന്നോ അല്ലെങ്കിൽ ഇസ് എ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ് ഏതാണെന്നോ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫീഡേഴ്സ് ആൻഡ് വാട്ടറേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടറേഴ്സ് ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട് ഫീഡേഴ്സും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടേഴ്സ് നമുക്ക് നോക്കാം. ഫോർ യങ് ചിക്സിനാണെങ്കിൽ ഫൗണ്ടൻ ടൈപ്പ് ഓർ പാൻ ആൻഡ് ജാർ വാട്ടേഴ്സ് ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ ഈ ചിക്കന് പോൾട്രീസിനൊക്കെ കൊടുക്കുന്ന ഈ വാട്ടർ കൊടുക്കുന്ന കണ്ടെയ്നേഴ്സിനാണ് നമ്മൾ വാട്ടറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടൻ ടൈപ്പ് ഉണ്ട്, പാൻ അല്ലെങ്കിൽ ജാർ വാട്ടറേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ യങ് ചിക്സിന്. അത് മെയിനായിട്ടും പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. The jar is having a small hole at about 2 cm from the edge to maintain the water level. After 1 week of age, automatic watering system may be used. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു 1 week ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം. They may be automatic troughs, hanging waterers, cup waterers or drip nipples. ഇതെല്ലാം തന്നെ 1 weekന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്ന വാട്ടറേഴ്സ് ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ഫീഡ് ഈസ് സ്പ്രെഡ് ഓവർ ലാർജ് ഫ്ലാറ്റ് ആൻഡ് ഷാളോ ഫീഡേഴ്സ്. ഇറ്റ് മേ ഹാവ് എ ഹൈറ്റ് ഓഫ് 2.5 to 5 cm at the edges. Chick box lids or feeder lids can be used for this purpose. അപ്പോൾ ഫസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് എന്താണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ചിക്ക് ബോക്സിൻ്റെ ലിഡ്സ് അല്ലെങ്കിൽ ഫീഡർ ലിഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ചിക്സ് ബിലോ 5 days ഓഫ് ഏജ്. 5 days താഴെയുള്ള ചിക്സിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹാൻഡ് ഫീഡേഴ്സ് ഓർ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് മേ ബി യൂസ്ഡ്. 5 days കഴിഞ്ഞിട്ടുള്ള ചിക്സിന് ഹാൻഡ് ഫീഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഫീഡേഴ്സ് മേ ബി ലീനിയർ ട്രൗ ഫീഡേഴ്സ് വിത്ത് എ റീൽ ഓർ ഗ്രിൽ ഓവർ ഇറ്റ് ടു പ്രിവെൻറ്റ് ദ ഫീഡ് വേസ്റ്റേജ്. Trout feeders are usually used for chicks and young growers. Trout feeders മെയിനായിട്ടും ചിക്സിനും യങ് ഗ്രോവേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. Another type of hand feeders is tube feeder. These are large tubes with a pan at the bottom. അതാണ് എന്താണ് ഫീഡേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സിൻ്റെ പ്രത്യേകതകൾ. അടുത്ത ഫീഡ് റിക്വയർമെൻറ്റ് ഫോർ ചിക്കൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഓഫ് ബ്രോയിലേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഓഫ് ലേയേഴ്സ് നോക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഓഫ് ബ്രോയിലേഴ്സ് നോക്കാം. ഫ്രം 0 to 6 weeks ഓഫ് ഏജിലാണെങ്കിൽ 3.5 kg per bird. ഓക്കെ, ഫ്രം 0 to 7 weeks ഓഫ് ഏജിലാണെങ്കിൽ 4.7 kg per bird ആണ് ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത് ഫോർ ബ്രോയിലേഴ്സ്. ഇൻ ദ കേസ് ഓഫ് ലേയേഴ്സ് ആണെങ്കിലോ ഡ്യൂറിങ് ലേയിങ് പീരീഡ് എന്ന് പറയുമ്പോൾ 21 to 72 weeks ഓഫ് ഏജ് ആണ്. ഏകദേശം 41 kg കൊടുക്കാം പെർ ബേർഡിന്. ഓക്കെ, ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ആണ് പറയുന്നത്. 41 kg പെർ ബേർഡിന് കൊടുക്കാം. ഇനി ഡ്യൂറിങ് ഗ്രോയിങ് പീരീഡ് ആണെങ്കിൽ 9 to 20 weeks ഓഫ് ഏജിലാണെങ്കിൽ 6 kg ഫീഡ് കൊടുക്കാം ടോട്ടൽ. അതായത് 9 to 20 weeks വരെ ഏകദേശം 6 kg ഫീഡ് കൊടുക്കാം പെർ ബേർഡിന്. ഡ്യൂറിങ് ചിക്ക് പീരീഡ് ആണെങ്കിലോ 0 to 8 weeks ഓഫ് ഏജിലാണെങ്കിൽ 2 kg പെർ ബേർഡാണ് ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഫോർ ലേയേഴ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ജസ്റ്റ് ഇനി എക്വിപ്മെൻറ്റ് ഫോർ പൗൾട്രി ഹൗസസ് നോക്കാം.
അപ്പോൾ ഇതിന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തതാണ്. ഇതാണ് ഹാങ്ങിങ് ഫീഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഹാങ്ങിങ് ഫീഡറുണ്ട്, ഓട്ടോമാറ്റിക് വാട്ടറുണ്ട്, ഷെൽ ഗ്രിഡ് ഹോപ്പറുണ്ട്, ഫീഡിങ് ആൻഡ് വാട്ടറിങ് എക്യുപ്മെൻറ്റ്സ്, അതായത് നിപ്പിൾ ഡ്രിങ്കറൊക്കെ ഉണ്ട്. ദെൻ ലീനിയർ ഫീഡർ വിത്ത് എ വയർ ഗിൽ ടോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫീഡിങ് ഡിവൈസസ്. ഓക്കെ, പോൾട്രി ഹൗസസിൽ യൂസ് ചെയ്യുന്ന ഫീഡിങ് ഡിവൈസസ്. അപ്പോൾ ഇത്രയാണ് എന്താണ് ഫീഡിങ് ആൻഡ് ഫീഡ്സ് ആൻഡ് ഫീഡിങ് ഓഫ് പോൾട്രി. ഫുൾ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ നിങ്ങളുടെ എക്സാമിനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.